നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കട്ടൻ ചായ 125 അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 2729 പേരായി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ് us start the work. Today we are making 3 glasses of black tea. Ingredients: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, വെള്ളം. അതെല്ലാം ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഓരോരോ സാധനങ്ങൾ. ആദ്യം കാണിക്കുന്ന ഇഞ്ചിയാണ്. അടുത്തത് കറുവാപ്പട്ട, ഏലക്ക, അത് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കറുവാപ്പട്ടയും ഏലക്കായും അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് മധുരം. 3 പെല്ലറ്റ്, അതായത് 3 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് തുല്യമാണത്. ഇതാണ് ലിപ്ടൺ കമ്പനിയുടെ തേയില, ലോങ് ലീഫ് തേയിലയാണ്. അതൊരു നല്ല 1-ാം തരം ക്വാളിറ്റിയാണ്. അത് 3 ചായകൾ അത്ര മതി. ഇതിനകത്ത് ഈ കപ്പിനകത്താണ് നമ്മൾ ചായ എടുക്കുന്നത്. നമ്മുടെ ഹീറ്റർ, ഫിൽറ്റർ യൂണിറ്റ്, വെള്ളം, 3 ഗ്ലാസ് വെള്ളം അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇറുക്കി പിടിക്കാനുള്ള സാധനം, ടോങ്സ് എന്ന് പറയും. ഈ ചെടികൾ പല്ലി വരാതിരിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം ഒന്നും കൂടെ കാണിക്കുകയാണ്. വെള്ളം എടുത്ത് ഹീറ്ററിൻ്റെ മുകളിൽ വെച്ചു, ഓൺ ചെയ്തു. ഇനി അത് 2-3 മിനിറ്റ് നേരം തിളയ്ക്കണം. അതിന് ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ പുറകെ കറുവാപ്പട്ടയും ഏലക്കായും കൂടെയുള്ള മിശ്രിതം ഇട്ട് കൊടുത്തു. അപ്പോൾ 3 സൈസ് സാധനങ്ങൾ അവിടെ വന്നു. ഇഞ്ചി വന്ന്, കറുവാപ്പട്ട വന്നു, ഏലക്ക വന്നു. വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തിളച്ചോളും. അപ്പോൾ ഞാനത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. വെള്ളം തിളച്ചു. 2 മിനിറ്റ് നേരം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. വെള്ളം തിളച്ചു. ഇനി നമുക്ക് തേയില ഇടുക. തേയിലയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. തേയില സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വരാണ് തേയില ഇടാനായിട്ട്. അവിടെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു പറയുന്നതിന്. അതായത് ഈ ചായയുടെ പ്രത്യേകതയാണ്, നമ്മൾ ഇത് ചായ ഇട്ടച്ച് തിളപ്പിക്കരുതെന്നുള്ളതാണ്. അതുപോലെ തന്നെ പാലും ഒന്നും ചേർക്കാൻ പാടില്ല. അത് ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക് പഞ്ചസാരയ്ക്ക് പകരമുള്ള പെല്ലറ്റ് സെറ്റ്, അത് 3 ഇട്ട് കഴിഞ്ഞാൽ 3 ഗ്ലാസ് വെള്ളത്തിന് 3 സ്പൂണ് പഞ്ചസാര വരും. അതിന് തുല്യമായിട്ടുള്ള അളവാണ്. പഞ്ചസാരയുടെ ദോഷവശങ്ങളൊന്നും അതിനില്ല. ഇത് നമ്മൾ 5 മിനിറ്റ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അതിൻ്റെ കളർ കൂടി വരുന്നത് കാണാനായിട്ട്. അതായത് ഇതിന് ഇതുണ്ടല്ലോ, ഈ മീഡിയം, ലൈറ്റ്, മീഡിയം, ഡാർക്ക് എന്ന് പറഞ്ഞ് 3 കണക്ക് അതിനകത്തുണ്ട്. അത് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്, 3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മീഡിയം, 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് വെച്ചിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് 5 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഇരുന്നപ്പോൾ അതിൻ്റെ കടുപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിന് മാക്സിമം കടുപ്പം വന്നിട്ടുണ്ട്. ഞാൻ സ്പൂൺ കൊണ്ടുവന്ന് ഇളക്കി യോജിപ്പിക്കുക മധുരത്തിന്. ഞാൻ കപ്പിലേക്ക് ഒഴിക്കുക. കപ്പ് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. നമുക്ക് വായിക്കാനുള്ള വചനം കിട്ടുന്നത്
ഫാദർ മാത്യു വയലാമണ്ഡ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നാണ്. അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഡെയിലി ബ്ലെസ്സിങ് എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്കുള്ളതാണ്. അതിൽ ഇന്നത്തെ വചനം 1 രാജാക്കന്മാർ 18:42-46. അത് ബൈബിളിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ നമുക്ക് വായിക്കാം. ഞാനപ്പോൾ വായിക്കാം. 1 രാജാക്കന്മാർ അധ്യായം 18:42. ആഹാബ് ഭക്ഷണം പാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞു മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. 46. കർത്താവിൻ്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജസ്രേൽ കവാടം വരെ ഓടി. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം.